ഈ ഹദ്ദാദിന് പള്ളിയിൽ ചെല്ലുന്ന ഹദ്ദാദിന് ഞാൻ അതിന്റെ കാരണം ഹദ്ദാദ് വലിയ മഹത്വമുള്ളൊരു ദിക്റാണ്. എല്ലാ പണ്ഡിതന്മാരും ഇമാമികളൊക്കെ സംബന്ധിച്ച ഒരു കാര്യമാണ്. കാരണം ആ ഹദ്ദാദിൽ ഹദീസുകളിൽ വന്ന ദിക്റുകളാണ്, ആയത്തുകളുണ്ട്. അപ്പൊ അത് രണ്ടുപാട് ഒരുമിച്ച് കൂടുമ്പോ മഹാനവറുകൾ നമുക്ക് സമ്മാനിച്ചു തന്ന അതിന്റെ ഫവായിദ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, വിഷം നമ്മുടെ ശരീരത്തിലേക്ക് കേൾക്കില്ല. അത് ഈ കാലഘട്ടത്തിൽ അനുഭവിച്ച ആളുകളുമുണ്ട്, മുൻകഴിഞ്ഞു പോയ മഹാനന്മാരായ ആളുകൾ ഇമാമിങ്ങൾക്ക് അനുഭവമുള്ളവർ. വലിയ മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നമുക്കൊക്കെ അറിയാം. നമ്മുടെ എന്നെ പോലത്തെ ആളുകൾക്കൊന്നും അദ്ദേഹത്തെ കണ്ടിട്ട് വല്ലതായിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. എന്നിരുന്നാലും ഇരുപതാമാർക്കൊക്കെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവാം. വലിയ മഹാനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തെ കുറിച്ച് അവിടുത്തെ ശിഷ്യന്മാര് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്മരണയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഒരു പരിപാടിയിലേക്ക് പോകുന്ന സമയത്ത് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലിൽ വലിയ ഉഗ്ര വിഷമുള്ള ഒരു പാമ്പ് കടിച്ചു. അങ്ങനെ പാമ്പ് കടിച്ച സമയത്ത് അദ്ദേഹം അത് മെയിൻറ്റ് ചെയ്യാതെ അങ്ങ് നടന്നുപോയി. ഒരു പരിപാടി പങ്കെടുത്തു. മുതിർന്ന ശിഷ്യന്മാർ ഒരുപാട് അദ്ദേഹത്തിന്റെ ബാക്കിലുണ്ട്. എല്ലാവരും ഇത് കണ്ടപ്പോ ഉസ്താദ് മെയിൻറ്റ് ചെയ്യാതെ പോകുമ്പോ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ നിങ്ങളുടെ കാലിന് പാമ്പ് കടിച്ചിട്ടുണ്ടല്ലോ, നമ്മളെന്താ മെയിൻറ്റ് ചെയ്യാതെ? ചില്ലറ പാമ്പല്ല, അത് മുതിർന്ന വലിയ വിഷമുള്ള ഉഗ്ര വിഷമുള്ള പാമ്പാണ്, നമ്മളെന്താ മെയിൻറ്റ് ചെയ്യാതെ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, നമ്മൾ പോരുമ്പോ ഇശാസ്കാരം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ പരിപാടിക്ക് പോകുന്നത്. നമ്മൾ ഇശാഇന്റെ മുമ്പ് നമ്മൾ ചൊല്ലിയ ഹദ്ദാദ് അത് ചില്ലറയല്ല, അതിലുള്ള ദിക്റുകളൊക്കെ വലിയ മരുന്നാണ്, വിഷം കേൾക്കൂല എന്ന് പറഞ്ഞ് നിസാരപ്പെടുത്തി. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മളെ ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ നോക്ക്, എന്നെ കടിച്ച പാമ്പ് അവിടെ ചത്തു കിടക്കുന്നുണ്ടാവും, ആ വിഷം ആ പാമ്പിലേക്ക് തന്നെ തിരിച്ച് കേട്ടിട്ടുണ്ടാവും എന്ന് മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ സ്മരണയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പല ഉസ്താദുമാരും പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അപ്പൊ അങ്ങനെയുള്ളൊരു മഹത്തായ ഈ ഒരു ഹദ്ദാദ് നമ്മൾ കേവലം ഒരു ചടങ്ങാക്കി മാറ്റാതെ ഇതിന്റെ ഫവായിദുകൾ മനസ്സിലാക്കി നമ്മൾ ചൊല്ലണം. രണ്ടാമതായിട്ട് പറയണം, സ്വാഭാവികമായിട്ട് ഞാൻ ഈ ഹദ്ദാദിൽ ചിലപ്പോൾ പകുതി എത്തിയിട്ടോ അല്ലെങ്കിൽ മുക്കാഭാഗം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ചേർന്ന് ബാക്കിയുള്ളത് ചെല്ലിയിട്ട് ഞാൻ പൂർത്തിയാക്കാൻ. ഞാൻ സാധാരണ എനിക്കൊരു പ്രത്യേകമായിട്ടൊരു ഇജാസിയത്ത് ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് ബന്ധങ്ങളിൽ എനിക്കൊരു ഇജാസിയത്ത് കണ്ടിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് എന്റെ പറയാൻ കാരണം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ മഴയിൽ നിൽക്കുമ്പോൾ അവിടെ നേതൃത്വം കൊടുക്കും ഉസ്താദ് ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. സ്വാഭാവികമാണ്, ഞാനാണെങ്കിൽ ചിന്തിക്കും ഉസ്താദ് മുക്കാവാക്കിയിട്ടാണുള്ളത് എന്നോട്, ഇത് ഉസ്താദ് പൂർത്തിയാക്കാതെ പോകുന്നത് എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പൊ പ്രത്യേകമായിട്ട് എനിക്കൊരു ജാസ്യത്തിൽ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും? നമ്മൾ സാധാരണ എല്ലാ ഹദ്ദാദിലും 3 പ്രാവശ്യമാണ് ഒരു ദിക്ർ ചൊല്ലാറുള്ളത്, അല്ലെങ്കിൽ 7 പ്രാവശ്യം. എല്ലാ ദിക്റും 11 പ്രാവശ്യമാക്കി ചൊല്ലണം എന്ന് ജാസ്യത്ത് മുമ്പ്, അതായത് 10, 15, 16 കൊല്ലം മുമ്പ് തന്നെ എനിക്കൊരു ജാസ്യത്തിൽ തന്നതാണ്. അപ്പൊ അത് ഞാൻ ഇവിടുത്തെ സാധാരണ ഇവിടെ നേതൃത്വം നൽകിയിട്ടില്ലെങ്കിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അത് ചൊല്ലിയിട്ട് ഇന്നവരെ ഉറങ്ങിയിട്ടുണ്ട്. അതങ്ങനെ എനിക്കെന്ത് വിചാരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ എന്റെ ഉപ്പ
ഉപ്പാന്റെ ഉമ്മാനെ പാമ്പ് കടിച്ചു. വല്യമ്മാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി പറയാം. ബഹുമാനപ്പെട്ട കരിമ്പനക്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പുസ്തകമായ കുട്ടികളുണ്ടാവും. വലിയ പണ്ഡിതനായി അദ്ദേഹത്തിന്റെ ഒരു മോളാണ് എന്റെ വല്യ. അപ്പോ ഈ വല്യപ്പാനെ പാമ്പ് കടിച്ച സമയത്ത് ഈ കുത്തുബിസ്ഥാനിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. നമുക്ക് പ്രത്യേക ഹദ്ദാദിന് കൊടുക്കും. അങ്ങനെ കുത്തുബിസ്ഥാനിലേക്ക് ചെന്നപ്പോ ഈ വല്യമാരോട് വീട്ടില് ഈ മുതൽ ഹദ്ദാദ് നിർബന്ധമായിട്ടും എല്ലാവരും പ്രായപൂർത്തിയെത്തിയ എല്ലാ കുട്ടികളും കെട്ടിക്കൊണ്ടുവരുന്ന മരുമക്കളും ഒക്കെ ഹദ്ദാദ് ചെല്ലാൻ എന്നൊക്കെ ഞാൻ പ്രത്യേക വിദ്യാർത്ഥിയാണെന്ന് കുത്തുബിസ്ഥാദ് പറഞ്ഞു. അങ്ങനെ ഈ വിവരം എന്റെ ഒപ്പ ചെന്നിട്ട് എം എ ഉസ്താദിനോട് പറഞ്ഞു. അത് അല്ലെ ജാസിയത്താണ് 11 പ്രാവശ്യം ചെല്ലിയിട്ട്. പക്ഷെ നിങ്ങൾ ചെല്ലുമ്പോ ഹദ്ദാദ് ചെല്ലുമ്പോ 7 നോക്കിയിട്ട് നിങ്ങൾ ചെല്ലണം. എത്ര കാണാതെ അറിയുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ 7 നോക്കിയിട്ട് വേണം ചൊല്ലാൻ. എം എ ഉസ്താദ് എപ്പാക്കൊരു പ്രത്യേക ജാസിയത്ത് നോക്കി ചെല്ലാൻ ജാസിയത്ത് കൊടുത്തു. അപ്പൊ അന്ന് മുതൽ എന്നോട് പറയാം. പിന്നെ ഉമർ ശാസ്ത്രികളുടെ ഈ ഒരു ജാസിയത്ത് കിട്ടിയപ്പോ 11 പ്രാവശ്യം ഹദ്ദാദ് ചൊല്ലാൻ 11 പ്രാവശ്യം ഓരോ ദിക്കറും ചൊല്ലാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ അതിന് ഉറങ്ങലുള്ളൂ. അതങ്ങനെ നമ്മുടെ ജീവിതത്തിന് അപ്പൊ ഞാൻ ഇവിടെ ചെല്ലിയാലും ചെല്ലിയിട്ടില്ലെങ്കിലും ഞാൻ ഉറങ്ങുമ്പോ എനിക്ക് നിർബന്ധമായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ചെല്ലാറുണ്ടായിരുന്നില്ല. അത് ദർശന കുട്ടികൾ എന്ന് വെച്ചാൽ ഇശാസ്കാരം കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് 2ാം ദിവസം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ 11 പ്രാവശ്യം ഹദ്ദാദ് ചൊല്ലിയിട്ടുള്ളൂ. എന്റെ ദിവസത്തെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുള്ളൂ 2ാം ദിവസം ആരംഭിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളത് അതിപ്പോ ഞാനായിട്ട് നിർത്തിയിട്ടില്ലെന്നവരെ അതാ ഇജാസിയത്ത് ഇന്നവരെ നടന്ന് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് തെറ്റിദ്ധാരണ കരണ്ടായെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. അപ്പൊ ഇത് വലിയ മഹത്വമുള്ള കാര്യമാണ്. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വരെ നമ്മുടെ വീടുകളിൽ പതിവാണ്. എന്നാൽ വലിയ ഗുണം 2 ഗുണം പറയും. ഒന്ന് വിഷയക്കൂല, രണ്ടാമത് പിശാചിന്റെ ശർറുണ്ടാവില്ല. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെയധികം പ്രബലമായ ഹദീസാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാരുമില്ലാത്തൊരു വിജനമായ ഒരു സ്ഥലത്തേക്ക് ജിന്നുകൾക്ക് ദർശ നടത്താൻ വേണ്ടി പോകുന്ന സമയത്ത് കൂടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോരുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ആവശ്യമില്ല നബിയെ, നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, നിങ്ങൾ പേടി, നിങ്ങൾ ഒറ്റയ്ക്ക് വിടാൻ പേടിയാണ്. ഒരുപാട് ശത്രുക്കളുള്ള ആളാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് പേടിയാണ്. റസൂൽ പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല ഇബ്നു മസ്ഊദേ, എനിക്ക് പേടിയില്ല, ഞാൻ പോയിക്കോളാം. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവസാനം റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയി. ആരുമില്ലാത്ത വിജനമായ സ്ഥലത്തെത്തിയപ്പോ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് ഇനി ഇങ്ങോട്ട് പോരണ്ട, ഇവിടെ നമ്മുടെ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ലോകത്തേക്കാണ് ഞാൻ പോകുന്നത്. ഇവിടെ എല്ലാവരും പിശാചുക്കളുണ്ട്, ജിന്നുകളൊക്കെ ഉണ്ട്, നല്ലവരും ചീത്തവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇവിടെ നടത്തിയ പെർമിഷൻ ഇല്ല. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പേടി തോന്നി. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ എത്തി, നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊന്നും ആരും ഇല്ലാത്ത സ്ഥലമാണ്. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് എനിക്ക് പേടി എവിടെ ഒറ്റയ്ക്ക് നിൽക്കാനാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കമ്പ് എടുത്തിട്ട് ഒരൊറ്റ ഒരു വൃത്തം ഒരു വട്ടം വരച്ചിട്ട് അവിടുന്ന് ചൊല്ലിയ ഒരു ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ. 3 പ്രാവശ്യം ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഹദ്ദാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 2 ദിക്റാണ്. മഹാന്മാരായ പണ്ഡിതന്മാർക്ക് പഠിക്കുന്നുണ്ട് ഈ വിഷയത്തെ കുറിച്ച്. ഇതാണ് ചൊല്ലിയിട്ട് ഒരു വട്ടം വരച്ചിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ആ വട്ടത്തിന് നടുവിൽ നിന്നു നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് എന്റെ കൂടെ വരണ്ട, എനിക്ക് ആൾ ആവശ്യമില്ല, പക്ഷെ നീ കേൾക്കാതെ വന്നു, ഏതായാലും ഈ വട്ടത്തിന്റെ ഉള്ളിൽ നിന്നോ, ഇതിന്റെ പുറത്തേക്ക് കിടക്കരുത് എന്നും പറയും. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾക്ക് ദർസ് നടത്താൻ വേണ്ടി പോയി.
അങ്ങനെ പോയി പേടിയാലടങ്ങി പല പിശാചുക്കളും അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ഷോക്കേറ്റതുപോലെ തെറിച്ചു പോകാൻ തുടങ്ങി. ഈ വരച്ച വരന്റെ ഉള്ളിലേക്ക് കയറാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം വളരെ അതിശക്തമായ രണ്ട് ദിക്റുകൾ, അഊദു കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്നുള്ള ഈ രണ്ട് ദിക്ർ ചൊല്ലിയിട്ടാണ് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു വൃത്തം വരച്ചത്. ഇത്രമാത്രം വളരെയധികം അതേമാതിരി ഓരോ ദിക്റുകൾക്കും പ്രാധാന്യമുണ്ട്. അമ്മയെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതിന്റെ ഓരോ കാര്യങ്ങളും അതിന്റെ ഒരു ആശകൾ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം. ഓരോ ദിക്റിലും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഓരോ വിശദീകരണമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ചെല്ലുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെല്ലുക. നമുക്ക് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഏറിയത് 15 മിനിറ്റോളം കഴിയാൻ വേണ്ടി സമയം അതില്ലത് നമ്മൾ വളരെ സാവധാനം ആത്മാർത്ഥമായിട്ട് ചെല്ലുക. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم.